السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. ما بعد اتقوا الله عباد الله ولا عاقبة للمتقين. പ്രിയപ്പെട്ട സത്യവിശ്വാസി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, ഒരാൾ നിന്നെ ചീത്ത വിളിക്കുകയോ നിന്നെക്കുറിച്ച് അവനറിയാവുന്ന വല്ല ന്യൂനതയും കൊണ്ട് അധിക്ഷേപിക്കുകയോ ചെയ്യാനിട വന്നാൽ അവനെക്കുറിച്ച് നിനക്കറിയുന്ന ന്യൂനത കൊണ്ട് തിരിച്ച് അധിക്ഷേപിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ദുഷ്ഫലം അവൻ്റെ മേൽ മാത്രമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ മര്യാദകൾ ഒരുപാട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മര്യാദയാണ് ഇങ്ങോട്ട് കിട്ടുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാതിരിക്കുക എന്നുള്ളത്. പല രീതിയിലും സമൂഹത്തിൽ ജീവിക്കുന്നവരെന്നുള്ള നിലക്ക് നമുക്ക് പല പരീക്ഷണങ്ങളും മനുഷ്യരിൽ നിന്ന് നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സമയത്ത് അതേപോലെ മോശമായി തിരിച്ചടിക്കാതെ ക്ഷമയും അതുപോലെ തന്നെ അവധാനതയും കൈക്കൊള്ളാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരിക്കലും ഒരു സ്വഹാബി, ആ സ്വഹാബിയെ ഒരാൾ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിപ്പുണ്ട്. ആ സ്വഹാബി ക്ഷമയോടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ക്ഷമ നശിച്ചു. ആ സ്വഹാബി തിരിച്ച് അധിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. ആ സ്വഹാബിക്ക് അത് വല്ലാത്ത സങ്കടമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബി, എന്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞപ്പോൾ താങ്കൾ എഴുന്നേറ്റ് പോയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ അവിടെ മിണ്ടാതിരിക്കുവോളം അവിടെ നിന്നോടൊപ്പം ഒരു മലക്ക് ഇരിപ്പുണ്ടായിരുന്നു. നീ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മലക്ക് എഴുന്നേറ്റ് പോയി. മലക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത സദസ്സിൽ ഞാനും ഇരിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പോയത്. സഹോദരങ്ങളെ, ഈ രീതിയിൽ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, ആ തിന്മയെ നന്മ കൊണ്ട് നേരിടുക, എങ്കിൽ നിന്റെ ബദ്ധശത്രുവായിരുന്നയാൾ പോലും നിന്റെ ഉറ്റമിത്രമായി മാറുന്ന ഒരു അത്ഭുതം നിനക്ക് കാണാൻ സാധിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്. എന്നാൽ വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു, അത് കഴിഞ്ഞ് അള്ളാഹു അതിനാവശ്യമായിട്ടുള്ള യോഗ്യത കൂടി പറയുന്നുണ്ട്. ക്ഷമയുള്ളവർക്കല്ലാതെ അത് സാധിക്കില്ല. അങ്ങേയറ്റം ക്ഷമയുള്ളവർക്കല്ലാതെ അത് സാധിക്കില്ല. അങ്ങോട്ട് തിന്മ വരുമ്പോൾ തിരിച്ച് നന്മയിലൂടെ പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവ് അത് ക്ഷമയുള്ളവർക്കേ സാധിക്കൂ. ഒമായുലക്കാഹ ഇല്ലാ സു ഹൗദിൻ അളീം, മഹത്തായ ഓഹരി കിട്ടിയവർക്കേ അത് സാധിക്കും. ഓഹരി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതും ഒരു റിസ്ക്കാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു റിസ്ക് തന്നെയാണ് ക്ഷമ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമാ ഊതിയ അഹദൻ അതാഅൻ ഹസൻ മിൻ അസ്സബ്ർ, ഒരാൾക്കും ക്ഷമയേക്കാൾ മികച്ച ഒരു സമ്മാനവും ലഭിച്ചിട്ടില്ല. അള്ളാഹു നൽകുന്ന ഒരു സമ്മാനമാണ് ക്ഷമ. അത് നമ്മൾ ശീലിക്കുന്നതിലൂടെ അള്ളാഹു അത് നമുക്ക് വർദ്ധിപ്പിച്ചു തരും. ആ ക്ഷമയോടുകൂടി എല്ലാ കാര്യങ്ങളും നേരിടാൻ നമുക്ക് സാധിച്ചാൽ അത് വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും സഹാബാക്കളുടെ ജീവിതത്തിലും എല്ലാം ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ തന്നെ ചീത്ത വിളിക്കരുത്. അപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നു, നബിയെ, ആരാണ് സ്വന്തം മാതാപിതാക്കളെ ചീത്ത വിളിക്കുക? ഇന്ന് നമുക്കതൊരു അത്ഭുതമല്ല, കാരണം അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അന്ന് സഹാബാക്കൾക്ക് അത് അത്ഭുതമായിരുന്നു, കാരണം സ്വന്തം മാതാപിതാക്കളെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതി അവർക്ക് പരിചയമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിന്റെ മാതാപിതാക്കളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ നീ ആരുടെയെങ്കിലും മാതാപിതാക്കളെ ചീത്ത പറയുമ്പോൾ അവർ തിരിച്ച് നിന്റെ മാതാപിതാക്കളെ ചീത്ത പറയും. അങ്ങനെയാണ് നീ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നത് എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും നല്ല രൂപത്തിൽ ആളുകളോട് പെരുമാറാനും തിന്മയെ പ്രതിരോധിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള സ്വഭാവ മര്യാദകൾ ശീലിക്കണം നമ്മൾ.
അങ്ങനെ ശീലിക്കുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. നമ്മളറിയാതെ തന്നെ ആളുകൾ നമ്മളെ മാതൃകകളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും അതുമൂലം വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവുകയും നമ്മളറിയാതെ തന്നെ സംഭവിക്കുകയും ചെയ്യുന്ന രീതി സംഭവിക്കും. ആ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള സ്വഭാവ മര്യാദകൾ നമ്മൾ ശീലിക്കാൻ ശ്രമിക്കുക. ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് തൗഫീഖ് ചോദിച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.